എല്ലാവർക്കും നമസ്കാരം. ഒരു ഹോം മെയ്ഡ് പൈനാപ്പിൾ സ്ക്വാഷിൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കടകളിൽ നിന്ന് കെമിക്കൽ അടങ്ങിയിട്ടുള്ളതും അതുപോലെ തന്നെ വലിയ വില കൊടുത്തും നമുക്ക് വാങ്ങിക്കാതെ വളരെ ഈസി ആയിട്ട് വില കുറവിൽ നമുക്ക് ഇവിടെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് ഇതിന് മെയിനായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് പൈനാപ്പിളാണ്. അപ്പോൾ ഈ പൈനാപ്പിൾ ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ്. പൈനാപ്പിൾ കൃഷി ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പം ഞാൻ ആ പൈനാപ്പിൾ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ പൈനാപ്പിളിൻ്റെ തൊലിയുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ളതാണ്. അതായത് നമുക്ക് നീർക്കെട്ടിനും അതുപോലെ മൂത്രം പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് കഴിക്കാനൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ദയവായി അതൊന്ന് കാണണം. പൈനാപ്പിൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/2 കിലോ പഞ്ചസാര ആവശ്യമാണ്. പിന്നെ ഞാനിതിലേക്ക് സിട്രിക് ആസിഡ് എടുക്കുന്നുണ്ട്. സിട്രിക് ആസിഡിന് പകരം ചെറുനാരങ്ങ നീരായാലും മതി. സിട്രിക് ആസിഡാണ് ചേർക്കണതെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം വരില്ല. ചെറുനാരങ്ങ നീരാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രിഡ്ജിൽ വെക്കണം. പൈനാപ്പിൾ എസൻസ് നമ്മൾ 2 തുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി. ഈ പൈനാപ്പിളിൻ്റെ ഉള്ളിലത്തേതെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജാറിലിട്ടിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കേണ്ടതാണ്. വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഈ പൈനാപ്പിളിൽ ഓൾറെഡി വെള്ളമുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ പൈനാപ്പിൾ ഇവിടെ അരച്ച് കറക്റ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് അരിപ്പയിൽ ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം. നന്നായി അരിച്ചെടുത്തെങ്കിൽ മാത്രമാണ് സ്ക്വാഷിൽ നാരുകളൊന്നും പെടാണ്ട് നമുക്ക് സുഖമായിട്ട് കഴിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ അരിച്ചിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഏകദേശം പൈനാപ്പിൾ 1 കിലോനുണ്ടായിരുന്നു. ഇതിലേക്ക് 1/2 കിലോ പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത്. പൈനാപ്പിളിന് സ്വല്പം മധുരം കുറവായിരുന്നു, അതുകൊണ്ടാണ് അത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്താം. നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മളിപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഗ്യാസ് കത്തിക്കേണ്ടത്. അങ്ങനെ ഫുൾ ഫ്ലെയിമിൽ കത്തിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ സ്ക്വാഷ് അങ്ങനെ വറ്റി കുറുതായി കറക്റ്റായി വന്നു തുടങ്ങി. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും ഇത് ഏകദേശം ആയി തുടങ്ങി എന്നുള്ളത്. ഇത് വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്, അതുപോലെ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് കടകളിൽ നിന്ന് മായം ചേർത്തത് വാങ്ങാതെ നമ്മുടെ വീട്ടിൽ വളരെ നല്ലതായിട്ടുള്ള നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഇതിന് യാതൊരു പ്രിസർവേറ്റീവ്സും നമ്മൾ ചേർക്കണില്ല. ആ കൂടെ ചേർക്കുന്നത് സിട്രിക് ആസിഡാണ്. അത് ഓപ്ഷനിലാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അതിന് പകരം ചെറുനാരങ്ങ നീര് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പൈനാപ്പിൾ സ്ക്വാഷ് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് സിമ്മിലിടാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് സിട്രിക് ആസിഡും പൈനാപ്പിൾ എസൻസും ആഡ് ചെയ്യണം. ഞാനൊരു പാത്രത്തിലേക്ക് 1/4 സ്പൂണ് സിട്രിക് ആസിഡ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 3-4 തുള്ളി പൈനാപ്പിൾ എസൻസ് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന പൈനാപ്പിൾ സ്ക്വാഷിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ ഈ പൈനാപ്പിൾ സ്ക്വാഷിലേക്ക് തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഓരോ കുപ്പികളിലാക്കി മാറ്റി വയ്ക്കാം. അതിനുശേഷം ആവശ്യാനുസരണം വെള്ളം എടുത്ത് ഇത് ഡൈല്യൂട്ട് ചെയ്ത് കഴിക്കേണ്ടതാണ്. ഇതിൽ സിട്രിക് ആസിഡ് ചേർത്തതുകൊണ്ട് നമുക്ക് കുറേ കാലം കേടുകൂടാതിരിക്കും. അതിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് എടുത്ത് ആവശ്യാനുസരണം വെള്ളം ആഡ് ചെയ്തിട്ട് ഐസ് ക്യൂബ്സൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള പൈനാപ്പിൾ സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും
ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.